പോലീസുകാരുടെ നടുവിലായി ജീപ്പിലിരിക്കുമ്പോഴും കുറ്റബോധത്തിന്റെ ലെവലേശമില്ലാതെ എന്തോ വലിയ നേട്ടം സ്വന്തമാക്കിയ ഭാവമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടും കുറ്റബോധമില്ല, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിലും സമാനമായ ഉത്തരങ്ങളാണ് ബോബി നൽകിയത്. കേസിലെ അറസ്റ്റ് നടപടികൾക്കായി പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം. അതേസമയം നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെയോടെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇതിനൊപ്പം നൽകാനാണ് സാധ്യത. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബോബി ആവർത്തിച്ചു പറഞ്ഞത്. പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ല. അഭിമുഖങ്ങളിലടക്കം പങ്കുവച്ചത് പുരാണങ്ങളിലെ കാര്യങ്ങളാണെന്നും അശ്ലീല പദപ്രയോഗങ്ങൾ എന്നത് തെറ്റിദ്ധാരണ മാത്രമെന്നും ബോബി പോലീസിനോട് പറഞ്ഞു. ഇന്നലെ രാവിലെ 8-ന് വയനാട് മേപ്പാടി കള്ളാടിക്കടുത്തുള്ള ബോച്ചെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസ് ബോബിയെ പിടികൂടുകയായിരുന്നു. പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാർ വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിലെടുത്തു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോകുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു പോലീസിന്റെ ഈ അതിവേഗ നീക്കം. ഫാം ഹൗസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. പോലീസ് വാഹനത്തിലെ ഒരു പകൽ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. രാത്രി 7-ന് സ്റ്റേഷനിലേക്ക് കയറ്റി. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സമയം 7:30 കഴിഞ്ഞു. 2 മണിക്കൂറിലേറെ വിശദമായി തന്നെ ബോബിയെ ചോദ്യം ചെയ്തു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ 75(1) 4 വകുപ്പുകളും IT ആക്ടിലെ 67-ാം വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും. അന്വേഷണ സംഘമാകട്ടെ മുൻകൂർ ജാമ്യം തേടാനും അതുവരെ ഒളിവിൽ പോകാനും വരെയുള്ള ബോബിയുടെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടേയിരുന്നു. അതിനിടെ കേസിലെ പരാതിക്കാരിയായ നടി ഹണി റോസ് ബുധനാഴ്ച വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത്. കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാതിരിക്കാനായിരുന്നു നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിന്റെ പകർപ്പും അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടും. പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബിക്ക് വേണ്ടി ഹാജരാകുന്നത്. ADGP മനോജ് അബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരെ കണ്ട് പരാതി അറിയിച്ച ഹണി റോസിന് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഉറപ്പും കിട്ടിയിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചിരുന്നു. കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. എന്തായാലും ഇന്നത്തെ ദിവസം ബോബിയെ കോടതിയിൽ ഹാജരാക്കുന്ന ഈ ദിനം കേസിൽ അതിനിർണായകമാണ്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതുപോലെ തന്നെ ബോച്ചയുടെ ജാമ്യാപേക്ഷയിൽ കോടതി കൈക്കൊള്ളുന്ന തീരുമാനവും അതിപ്രധാനമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.